ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 43-44 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്നുറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റുമാൽ കൊണ്ട് മൂടിയുമിരുന്നു. അവൻ്റെ കെട്ട് അഴിപ്പീൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. ഈ വാക്യത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗം മരിച്ചവൻ പുറത്തു വന്നു എന്നുള്ളതാണ്. അവൻ്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റുമാൽ കൊണ്ട് മൂടിയുമിരുന്നു. പാപത്തിൻ്റെ പരിണിത ഫലം മനുഷ്യന് സ്വയമായി ഒന്നും ചെയ്യാൻ കഴിയാതെ വണ്ണം അവനെ ബന്ധനസ്ഥനാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. പാപം ഒരു മനുഷ്യനെ അവൻ്റെ പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും സംസാരത്തിലുമെല്ലാം അവനെ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് സർവ്വമാനവരാശിയുടെയും പാപം തൻ്റെ മേൽ വഹിച്ചുകൊണ്ട് ക്രൂശിൽ നമുക്കായി മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. കർത്താവ് ലാസറിനെ വിളിച്ചപ്പോൾ മരിച്ച ലാസർ പുറത്തു വന്നു. അതുപോലെ ഇന്ന് കർത്താവ് പാപികളുടെ മോചനത്തിനായി വിളിക്കുന്നു. ഇന്ന് നിങ്ങൾ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ കർത്താവും രക്ഷകനുമായി അംഗീകരിക്കുകയാണെങ്കിൽ അവൻ നിങ്ങളെ പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അതുപോലെ ചെയ്യാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ. ആമേൻ.